നമസ്കാരം കൂട്ടുകാരെ, വീട്ടുമുറ്റം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. രാവിലെ ജിമ്മിൽ പോയതും വീട്ടിലെ പാചകവും കഴിച്ച ഭക്ഷണവും ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും ഈ വീഡിയോയിലുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. ഇന്ന് പതിവ് പോലെ തന്നെ രാവിലെ 5 മണിക്ക് എണീച്ച് പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് വെള്ളയപ്പത്തിന് തലേന്ന് അരച്ച് വെച്ചതാണ്. അരയ്ക്കുമ്പോൾ ഷുഗറും കൂട്ടി കുറച്ച് ഷുഗർ ഇട്ടിട്ട് അരച്ച് വെച്ചതാണ്. പക്ഷേ ഉപ്പന്നേരം ഇട്ടിട്ടില്ല. മഴയായാലും പെയ്തുകൊണ്ട് രാത്രി ഒരു 10 മണിയായി അരച്ച് വെക്കുമ്പോൾ തന്നെ ഞാൻ കരുതി രാവിലത്തേക്ക് മാവ് പൊന്തുണ്ടാവില്ല എന്നാണ് കരുതിയത്. പക്ഷേ മാവെല്ലാം നല്ലോണം പൊന്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇളനീര് കൂട്ടിയാണ് ഞാൻ അരയ്ക്കുക. തേങ്ങയ്ക്ക് ബദൽ ഞാൻ ഇളനീരാണ് ചേർക്കൽ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഇളനീര് കൂട്ടിയാൽ നല്ലൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഞാൻ ഇളനീര് കിട്ടുമ്പോൾ അധികം വെള്ളയപ്പത്തിന് അരച്ച് വെക്കും. നിങ്ങളെല്ലാം കടലക്കറിയിൽ ഉരുളക്കിഴങ്ങ് ഇടുന്ന ആൾക്കാരാണോ? ഞാൻ ഇടലുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ടാൽ നല്ല കറിക്ക് കടല വെന്ത് വരുമ്പോൾ ഉരുളക്കിഴങ്ങ് അടിച്ചു കൊടുക്കും, നല്ല കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതില്ലെങ്കിൽ ഞാൻ കടലക്ക തേങ്ങ അരയ്ക്കുമ്പോൾ വേവിച്ച കടല കുറച്ചെടുത്തിട്ട് അരച്ചിട്ട് ചേർക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സൊസൈറ്റി പാലാണ് വാങ്ങൽ. അതുകൊണ്ട് ഞാൻ മോളും എണീച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും കുറച്ച് ചായ വെക്കാമെന്ന് കരുതി. അത് അവിടെല്ലാം ഗ്യാസുമ്മേൽ അവിടെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചോറിന് അവിടെ തീ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ചോറിന് അവിടെ നിന്ന് കത്തിച്ചാൽ പിന്നെ ബാക്കിയുള്ള പണി ഇപ്പുറത്ത് നിന്നെല്ലാം ചെയ്യാമല്ലോ. ഇപ്പം ജിമ്മിലും കൂടി പോകുന്നത് കൊണ്ട് അല്ലെങ്കിലും രാവിലെ ആക്കലുണ്ട്, കാരണം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ജിമ്മിലും കൂടി പോകുന്നതുകൊണ്ട് എല്ലാം ആക്കി വെക്കണം. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ പല സ്ഥലത്തും പല തരത്തിൽ വേദന ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പരമാവധി രാവിലെ തന്നെ ഏകദേശം എല്ലാം തീർത്തിട്ടേ പോക്കുള്ളൂ. പിന്നെ മക്കൾ പച്ചക്കറിയെല്ലാം കഴിക്കൽ കുറവാണ്, കറി വെച്ചാലെല്ലാം. പക്ഷെ അവിയൽ, കൂട്ടുകറി അങ്ങനെയെല്ലാം ആക്കുമ്പോൾ കഴിക്കും. അതുകൊണ്ട് ഞാൻ വെച്ച് 2-3 ഇപ്പം കുറച്ച് ദിവസമായി അവിയൽ കൂട്ടുകറി മാറ്റി അങ്ങനെ ചെയ്യുന്നു. അന്നേരം അത് കഴിക്കുന്നുണ്ട്. അങ്ങനെ അവിയലെല്ലാം പക്ഷെ അധികം നമ്മൾ കഷ്ണങ്ങൾ അധികം വേവിച്ചെടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ഉപ്പും മഞ്ഞളും വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളി വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. അവ വെന്തതിന് ശേഷം നമ്മൾ തേങ്ങയും ജീരകമെല്ലാം അരച്ച് കൂട്ടാക്കി വെക്കുക ചെയ്യുന്നത്. അപ്പം കുറച്ച് ഏകദേശം നേരം വെളുത്തു. പക്ഷെ മഴയെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും പെയ്തിട്ടുണ്ട്. ഈ മഴ കാണുമ്പോൾ നല്ലോണം പുതച്ച് മൂടി ഉറങ്ങാൻ തോന്നും. അതിൽ നമുക്ക് ശരിക്കും വീട്ടമ്മയാവുന്നതിൻ്റെ മുമ്പേ കിട്ടുന്ന സ്വാതന്ത്ര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഇല്ലയെന്നല്ല, പക്ഷെ നമുക്ക് പല തിരക്കുകളും മക്കൾക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ടും നമുക്കിപ്പോൾ അങ്ങനെ ഉറങ്ങാൻ പറ്റൂലല്ലോ. പിന്നെ രാവിലെ എണീക്കുമ്പോൾ കരുതും പകൽ ഉറങ്ങാം, പക്ഷെ അതും എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് അതും ചെയ്യില്ല. പിന്നെ നമ്മൾ കുക്കമ്പർ പച്ചടിയൊക്കെ ചെയ്യുന്നത്. അതിന് നമ്മൾ തോല് വേണമെങ്കിൽ കുറച്ച് കളയാം, അല്ലെങ്കിൽ ആക്കാം, അല്ലാണ്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് തോലെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ തേങ്ങയും കടുകും അരച്ചതിന് ശേഷം അതിൽ ചേർക്കുക. ഇതിൽ കുക്കമ്പർ നമ്മൾ വേവിക്കാണ്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിൽ നമ്മൾ തൈരും കൂട്ടിയിട്ട് സാധാരണ പച്ചടി എങ്ങനെ ആക്കുമെന്ന് അതിൽ വേവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ഇതിൽ വേവിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതും അവിടെ ആക്കി വെച്ച് പിന്നെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ വെള്ളയപ്പത്തിനുള്ളത് ലാസ്റ്റ് വെച്ച് കറിയെല്ലാം ആയതിന് ശേഷം വെള്ളയപ്പം ചുട്ടെടുക്കുകയാണ്. പിന്നെ ഇതെല്ലാം ആക്കിയതിന് ശേഷം നമ്മൾ വെള്ളയപ്പം ചുടുന്നുണ്ട്. വെള്ളയപ്പം ചുട്ടതിന് ശേഷമാണ് പിന്നെ കുറച്ച് തുണിയെല്ലാം എനിക്ക് മടക്കി വെക്കാനുണ്ടായി. തുണിയെല്ലാം മടക്കി വെച്ചതിന് ശേഷം നമുക്ക് അപ്പോഴത്തേക്കെല്ലാം സമയം ഏകദേശം ആവുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ 7:45, 7:30 ആയിട്ടുണ്ടാവും ഏകദേശം. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് 2-3 ദിവസമായി. പക്ഷെ പല കാരണങ്ങളാണ് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒന്നാമത് നമ്മളെല്ലാം പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞ ഒരു പരമാവധി വീട്ടിലെ പണി മൊത്തം തീർത്തിട്ടാണ് പോകുക. വന്നാൽ കുറച്ചെല്ലാം പണി ഉണ്ടാവലുണ്ട്. വെള്ളയപ്പം നല്ല മൊരിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഇതല്ലാണ്ട് നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടില്ല അതിലും ചുടലുണ്ട്. പക്ഷേ അതിലേക്കാട്ടും കുട്ടികൾക്ക് ഇഷ്ടം ഇതിൽ ചുടുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ ചുടുന്നത്. അവർക്ക് അതിലെനിക്ക് നല്ല ക്രിസ്പി ആയിട്ടെല്ലാം കിട്ടും. ഇവർക്ക് ക്രിസ്പി അധികം ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഞാൻ ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ട് കുറച്ചെല്ലാം. അതുകൊണ്ട് പക്ഷേ ഇതിന് വെയിറ്റും ഇല്ലല്ലോ. മറ്റേത് നമുക്ക് കുറച്ച് എടുത്ത് ചെയ്യാനും വെയിറ്റ് ഉണ്ടാകും, പക്ഷേ ഗ്യാസും കൂടുതൽ വേണം. ഇതാകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് ഈ മാവെല്ലാം തലേന്ന് അരച്ച് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ എളുപ്പമായിരിക്കും. നമ്മളിപ്പം രാവിലെ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി പണി കൂടുതലുള്ള പോലെ. ഇന്ന് നമുക്ക് പണി കുറച്ച് വേഗം തീരുന്ന പോലെ തോന്നി. എല്ലാം അരച്ച് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മിഷനിൽ തുണിയും എല്ലാം ഇടുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ പിന്നെ ഞാൻ കറി വെച്ചത് പരിപ്പ് മുരിങ്ങാക്കായാണ് കറി വെച്ചത്. കാരണം മോന് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ്. അധികം ഇവിടെ പരിപ്പ് തന്നെയാണ്, പരിപ്പും മുരിങ്ങാക്കായി, പരിപ്പും കായി അങ്ങനെ പറഞ്ഞിട്ട്. കാരണം മക്കൾക്ക് ഇഷ്ടമുള്ളതാണല്ലോ. മക്കൾ കൂടുതൽ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ മീനെല്ലാം ആഴ്ചയ്ക്ക് ഒരു ദിവസമേ ഇപ്പം വാങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ വാങ്ങും. ഡെയിലി അധികവും പച്ചക്കറി തന്നെയാണ് ഉണ്ടാവൽ. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അങ്ങ് വെച്ച് കൊടുത്താൽ
അവരങ്ങ് കൂട്ടുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്യലാണ്. പിന്നെ തുണി രാത്രി എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ അന്നേരം എനിക്ക് പറ്റാത്തതുകൊണ്ട് അവിടെ തന്നെ വെച്ചു. കുറച്ച് മടക്കിയിട്ടെല്ലാം എടുത്ത് മേലെ റൂമിലാണ് ആറിയിടൽ. അത് പിന്നെ മേലേന്ന് ഞാൻ രാത്രി എടുത്ത് വന്നിട്ട് അന്നേരം ചെയ്യാമെന്ന് കരുതി. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി രാവിലെ അതും കൂടി ഷെൽഫിലെല്ലാം എടുത്ത് വെക്കാമെന്ന് കരുതി. കുറേ അടക്കി വെക്കാനെല്ലാം ഉണ്ട്. പക്ഷെ ഒന്നിനിപ്പോൾ സമയം കിട്ടുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ വീടിൻ്റെ മൊത്തം എങ്ങനെയാണ് വീട് വരുന്നതെന്ന് കാണിച്ചു തരാം. മേലെ ഇതുവരെ നമ്മൾ റൂമൊന്നും കാണിച്ചിട്ടുണ്ടായിട്ടില്ല. അല്ല മാക്സി എല്ലാം ഇന്ന് നനഞ്ഞിട്ടുണ്ട്. ഒന്നും ശ്രദ്ധിക്കാണ്ട് ചെയ്തിട്ടാണ്. പിന്നെ എനിക്ക് എന്തായാലും പോകുന്നതിൻ്റെ മുമ്പേ ഒന്ന് കുളിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല. അതുകൊണ്ട് മേല് കഴുകിയിട്ടാണ് പോവുക. അതിന് ആദ്യം പോകുമ്പോൾ മോനെ അംഗൻവാടിയിലാക്കിയിട്ട് വേണം അതിലോട്ട് അങ്ങ് പോവും. 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയാൽ മതി. പിന്നെ 12 മണി 12:30 അങ്ങനെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തിയതിന് ശേഷമാണ് ഡ്രസ്സെല്ലാം മാറ്റുന്നത്. ഞാൻ പോകുമ്പോൾ സാധാരണ ടോപ്പും പാൻറ്റും ഇട്ടിട്ട് പോവും. ഫസ്റ്റ് ടൈമിൽ ഇതിൽ കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു, ചെയ്യാൻ പറ്റുമോ എന്നല്ല. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്തിനും പേടിച്ച് നിന്നാൽ നമുക്കൊന്നും മുമ്പോട്ട് പോകില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെല്ലാം ധൈര്യത്തോടെ ചെയ്താലേ നമുക്ക് പറ്റും എന്നുള്ളൊരു സ്വയം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അങ്ങനെ വീട്ടിലെത്തി കുറേ ടൈം കഴിഞ്ഞാലേ ഭക്ഷണം കഴിക്കും. വീട്ടിലെത്തി 1 മണിക്കൂർ എല്ലാം കഴിഞ്ഞാലാണ് കഴിക്കുക. രാവിലെ ചോറ് ഒരുപാടൊന്നുമില്ല, അത് പ്ലേറ്റിൽ അങ്ങനെ കാണുന്നത് കൊണ്ടാണ്. ഒരുപാട് സാധനങ്ങൾ പച്ചക്കറി എല്ലാം ഉള്ളത് കൊണ്ട് ചോറ് കുറച്ചെടുത്തിട്ട് തിന്നുമ്പോൾ നമുക്ക് വിശപ്പ് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ മക്കൾക്ക് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ആക്കി വെക്കണം. ഇപ്പം നമ്മൾ ബേക്കറി വാങ്ങലെല്ലാം കുറവാണ്, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കലാണ്. ഇന്ന് എനിക്ക് ചിക്കൻ കട്ട്ലേറ്റാണ് മക്കൾക്ക് ആക്കി കൊടുത്തത്. അവർക്ക് അങ്ങനത്തെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ എനിക്ക് മടിയുള്ളത് കൊണ്ട് ചില സമയം പറയും രാവിലത്തതുണ്ട് അത് കഴിച്ചോ എന്ന് പറയും. ഇപ്പം നമ്മൾ നല്ലോണം വർക്കൗട്ടെല്ലാം ചെയ്യുന്നതുകൊണ്ടാണെന്ന് പണിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല.